ചെങ്കതിർ, പോരാളി ഷാജി തുടങ്ങിയ സമൂഹ മാധ്യമ കൂട്ടായ്മകൾക്കെതിരെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഇടതുപക്ഷം എന്ന വ്യാജേന ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുന്നുവെന്ന് വിമർശനം. ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും MV ജയരാജൻ പറഞ്ഞു. നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം, മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. അത്തരം ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ, ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ, ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ്. ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത്, പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്തൊക്കെയാണ് MV ജയരാജന്റെ കണ്ടെത്തലുകൾ? വേണു, എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇടതുപക്ഷം. ഇതിനിടെയാണ് സോഷ്യൽ മീഡിയയിൽ മുൻപുള്ളതുപോലെയല്ല CPIM-ഉം ഇടതുപക്ഷവും വലിയ തോതിൽ തിരിച്ചടി നേരിടുന്നു എന്നാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ കണ്ടെത്തൽ. ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണ്, അതിന്റെ ദുരന്തമുണ്ടായി. സോഷ്യൽ മീഡിയയിൽ പലതരം വിവരങ്ങൾ തെറ്റായി പ്രചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ മാത്രം കേന്ദ്രീകരിക്കുന്നവർ അതിലേക്ക് മാത്രം പോകുന്നു. അതിന്റെ ദുരന്തം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ മീഡിയ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം താത്വികാവലോകനത്തിൽ നിന്നും മുതിരുന്നില്ല, പകരം ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായി എന്ന് സമ്മതിക്കുകയാണ്. ഒപ്പം ഇടതുപക്ഷം എന്ന് കരുതുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുണ്ട്. ചെങ്കതിർ, ചെങ്കോട്ട, പോരാളി ഷാജി എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഇടതുപക്ഷമാണ് എന്ന് തോന്നിപ്പിക്കും. പക്ഷേ വിലയ്ക്ക് വാങ്ങിയ അഡ്മിനുകൾ മുഖംമൂടി ധരിച്ചാണ് പലപ്പോഴും പ്രത്യക്ഷപ്പെടുക. അതായത് ഇടതുപക്ഷ വിരുദ്ധമായ കാര്യങ്ങളെ ഇടതുപക്ഷമെന്ന് തോന്നിപ്പിക്കും വിധം പ്രചരിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അഡ്മിനുകൾ ഇങ്ങനെ വിലയ്ക്ക് വാങ്ങി ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണം നടത്തുകയാണ്. പുതിയ കാലത്തിന്റെ വലിയ തോതിലുള്ള വെല്ലുവിളി. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും നൽകിയത്.